ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ആശേഷമാരിയുണ്ടാകും എത്ര നന്നിന്നു പെയ്കിൽ, പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരക്കുളം. അത്യുന്നതനാകുന്ന ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടുത്തെ വചനങ്ങൾ, അവിടുത്തെ വാക്കുകൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ പകൽക്കാലം ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാമത്തെ വചനം അതിനടിസ്ഥാനമായിട്ട് പറയുന്നു: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കളായിരിക്കുന്ന മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പട്ടാളക്കാരെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. പട്ടാളക്കാർ കടന്നു വന്ന് കർത്താവിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുത്തെ വായിൽ നിന്നും വന്നതായിരിക്കുന്ന ലാവണ്യമേറിയ വാക്കുകൾ, അത്യന്തം പരിശുദ്ധമായിരിക്കുന്ന വചനങ്ങൾ, ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നതായിരിക്കുന്ന മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ, ഇത് കേട്ടിട്ട് പട്ടാളക്കാർക്ക് അവനെ പിടിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. പട്ടാളക്കാർ വളരെ ചിന്താകുലരായി. അവർ തിരികെ പോയി. എന്തുകൊണ്ട് നിങ്ങൾ നസ്രയനായിരിക്കുന്ന യേശുവിനെ കൊണ്ടുവന്നില്ല എന്ന് മഹാപുരോഹിതന്മാരും കൂടെയുള്ളവരും ചോദിച്ചപ്പോൾ പട്ടാളക്കാർ പറഞ്ഞതായിരിക്കുന്ന മറുപടിയാണ് നമ്മൾ ഈ പകൽക്കാലം കേട്ടത്: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. അതെ, ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ സംസാരിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമുഖത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. കാരണം ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സംസാരിച്ചതുപോലെ ആർക്കും ഒരു നാളും സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും കേവലം മനുഷ്യപുത്രന്മാർ മാത്രമായിരിക്കുന്നവരാണ്. അവർക്കൊരിക്കലും ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്താണ് സംസാരിച്ചത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മതശ്രേഷ്ഠന്മാരെ, അതുപോലെ തന്നെ മതസ്ഥാപകന്മാരെ, അവർക്കൊരിക്കലും ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ കഴിയുന്നതല്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഇങ്ങനെ വ്യക്തമാക്കിയ മറ്റൊരു വ്യക്തിത്വം ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ടോ? അവിടുന്ന് വീണ്ടും പറയുന്നു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് നൽകുവാൻ തക്കവണ്ണം കഴിയുന്ന ഞാനാണ് ഈ ലോകത്തിൻ്റെ അപ്പം എന്നാണ് പറഞ്ഞത്. ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവൻ ആഹാരം അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഘടകമാണ്. അത് നൽകുവാൻ, അത് കൊടുക്കുവാൻ ഞാൻ ശക്തനാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. മാത്രമല്ല, അവിടുന്ന് തൻ്റെ ശരീരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇങ്ങനെ പറഞ്ഞ മറ്റൊരു വ്യക്തിത്വം ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ടോ? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് വഴി. പാപമോചനത്തിനുള്ള സ്വർഗത്തിലേക്കുള്ള ഏക വഴി കർത്താവാണ്. അവിടെ നിന്നാണ് സത്യം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പറയും,
ഒരു സത്യമുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു ഈശ്വരനുണ്ട്. അതാരാണ്? ഈ ലോകത്തിൽ കടന്നു വന്ന ഏതെങ്കിലും മതസ്ഥാപകന്മാർക്കോ മതപണ്ഡിതന്മാർക്കോ അതുപോലെ ഈ ലോകത്തിൽ മഹാന്മാരായി ശോഭിച്ച ഏതെങ്കിലും വ്യക്തികൾക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുമോ ഞാനാണ് സത്യമെന്ന്? ആരും ഒരു നാളും അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യം എന്നാൽ അത് ദൈവം എന്നർത്ഥം. അതെ, കർത്താവ് പറയുന്നു, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. മാത്രമല്ല അവിടെ നിന്ന് പറഞ്ഞു, ഞാനാണ് രക്ഷയുടെ വാതിൽ, ആടുകൾക്ക് വേണ്ടിയുള്ള വാതിൽ ഞാനാണ്, ആടുകളുടെ വാതിൽ ഞാനാണ്. ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിത്വമുണ്ടോ? അവിടെ നിന്ന് പറയുന്നു, ഞാൻ രാജാവ് തന്നെ. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ തന്നെ മശിഹ, ഞാനാണ് ഗുരുവും കർത്താവും, ഞാനാണ് ദൈവാലയത്തേക്കാൾ വലിയവൻ, ഞാനാണ് ശലോമോനേക്കാൾ വലിയവൻ. ഇങ്ങനെ സംസാരിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമുഖത്തുണ്ടായിട്ടേ ഇല്ല. കർത്താവായ യേശു ഈ ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. ശലോമോൻ എന്ന വ്യക്തി അദ്ദേഹത്തെക്കാളും താൻ വലിയവൻ എന്ന് പറയുകയാണ്. ദൈവാലയത്തേക്കാൾ വലിയവൻ ദൈവം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ദൈവാലയത്തേക്കാൾ വലിയവനാണ്, ഞാൻ ഗുരുവും കർത്താവുമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ അത് അന്ധകാരം നീക്കുന്നവൻ എന്നർത്ഥം. ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ അതിനെ നിരോധിക്കുന്നതെന്നുമാണ് അർത്ഥം. അത് സംസ്കൃത ഭാഷയിലെ ഒരു വാക്കാണ്. അന്ധകാരത്തെ നീക്കി മനുഷ്യൻ്റെ ഹൃദയത്തിൽ സമൂലമായിരിക്കുന്ന പരിവർത്തനം നൽകുവാൻ കഴിവുള്ള ഗുരു താനാണ് കർത്താവ്. എല്ലാത്തിൻ്റെയും പുറകിലൊരു കർത്താവുണ്ട്, അത് താനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാൻ ഗുരുവും കർത്താവും ആകുന്നു. ഇങ്ങനെയുള്ള വചനങ്ങൾ കേട്ടതായിരിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ തക്കവണ്ണം കഴിയും, ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും ഈ മനുഷ്യന് മുമ്പായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ മനുഷ്യന് ശേഷവും ഇങ്ങനെ ഒരു വചനം, ഇങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞതായിരിക്കുന്ന ഒരു വ്യക്തിയെ ഈ ഭൂമുഖത്ത് ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതെ, നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മഹാദൈവമാണ്, അവിടുന്ന് രക്ഷിതാവാണ്. ദൈവത്തിന് മാത്രം പറയുവാൻ തക്കവണ്ണം കഴിയുന്നതും മനുഷ്യർക്കൊരിക്കലും പറയുവാൻ തക്കവണ്ണം കഴിയാത്തതുമായിരിക്കുന്ന വചനങ്ങൾ അവിടുന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവമാണെന്ന് ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അവിടുന്ന് സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഈ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. കർത്താവും ഗുരുവും ലോകത്തിൻ്റെ പ്രകാശവുമാകുന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ഈ ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം. ഈ ക്രിസ്തുവിൻ്റെ സത്യപാത പിന്തുടർന്ന് നമുക്ക് ഈ ഭൂമിയിൽ അവിടുത്തെ മഹത്വത്തിനായി ശോഭിക്കാം. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.